ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നത്. എക്സൈറ്റഡ് ആണ്? തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ്. നമ്മളെ വീഡിയോ എല്ലാം അന്നന്ന് തന്നെ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ലോങ് ട്രെയിൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ആദ്യമായിട്ട് പോകണം. എങ്ങനെ ഇരിക്കും, എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മളെ സ്റ്റേ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ ഓരോ കമൻറ്റിലും നമ്മുടെ യാത്രയ്ക്കുള്ള വീര്യം നിങ്ങളുടെ കമൻറ്റുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റുകളിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ഒരു വീഡിയോയിൽ തന്നെ ചിലപ്പം പല പല സെക്ഷൻസ്, പല പല സ്ഥലങ്ങൾ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ടാവുക. വെറുതെ പറയണ്ട, വേറൊന്നും പറയല്ലേ. ആദ്യം ട്രെയിൻ എടുക്കട്ടെ. ട്രെയിൻ എടുത്തിട്ട് പറയാല്ലേ. ടെൻഷനുണ്ട്. 22633 ട്രിവാൻഡ്രം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര, അല്ലേ? ട്രിവാൻഡ്രത്തിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോകുന്ന, ട്രിവാൻഡ്രം നിസാമുദ്ദീനിലേക്ക് പോകുന്ന ട്രിവാൻഡ്രം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. അപ്പം നമ്മൾ നേരെ മധുരയ്ക്കാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രിവാൻഡ്രം സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ യാത്രകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അപ്പോൾ ട്രെയിൻ യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിൻ യാത്രകൾ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ തരും, അല്ലേ? സത്യം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് നമ്മൾ ഒരുപാട് വീഡിയോകൾ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് പറ്റിയില്ല? നമ്മൾ ഇവിടുന്ന് കൊല്ലം വരെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു നമ്മളുടെ ഇതിനകത്ത്. ഓക്കെ. പിന്നെ അവിടെ തൊട്ട് ഡൽഹി വരെ നമുക്ക് സമയം കിട്ടിയില്ല എന്ന് വേണം പറയാം. അതെ, ഒരുപാട് ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വർത്തമാനം പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്ന് സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. നമ്മൾ 3 ടയർ AC ആണ് ബുക്ക് ചെയ്തത്. 3 ടയർ ACക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് നിസാമുദ്ദീന് വരുന്ന ചാർജ് 4954 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരുപാട് നേരം കഴിഞ്ഞ് രാത്രിയൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് നേരെ നമ്മുടെ കൊങ്കൺ റൂട്ടിൽ കയറിയിട്ട്, കൊങ്കൺ റൂട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? കൊങ്കൺ റൂട്ടിൽ ഒരുപാട് എന്താ പറയുക, പാലങ്ങളും പിന്നെ ഒരുപാട് തുരങ്കങ്ങളൊക്കെ ഉണ്ട്. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തുരങ്കങ്ങളുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതെ, കാണേണ്ട കാഴ്ച തന്നെയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. കാരണം അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ട്. അതായത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ ക്രോസ് ചെയ്താണ് ഈ ഒരു റെയിൽവേ റൂട്ട് കടന്നു പോകുന്നത്. നമ്മൾ കാർവാർ എത്തിയിട്ടുണ്ട്. ഇവിടെ മുടിയൊക്കെ കിട്ടുന്നു. കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് 760 കിലോമീറ്റർ വരുന്ന റെയിൽവേ റൂട്ടാണ്. ഇത് ഗോവ, കർണാടക, കേരള എന്നീ സംസ്ഥാനങ്ങളെ കടന്നു പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മഞ്ഞിൻ്റെ ചെറിയൊരു നേർത്ത കിരണങ്ങൾ വന്നു തുടങ്ങി. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തണുപ്പ് കെട്ടി തുടങ്ങിയാണ്. നമ്മുടെ ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? നമ്മളുടെ യാത്രയുടെ പ്രത്യേകത, നമ്മൾ സ്ഥിരമായിട്ട് ബൈക്കിലാണ് ട്രാവൽ ചെയ്യാറ്. അത് തോന്നുന്നു നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യണം, ഇത്രയും ലോങ് പോകണം. പക്ഷെ ആ ഫസ്റ്റ് ട്രെയിനിൽ നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ട്രെയിൻ ബുക്ക് ചെയ്ത സമയത്തൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ പോവും, ട്രെയിനിൽ എക്സ്പീരിയൻസ് ഇല്ല, എന്താവും, നല്ല പേടിയുണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞോടിയിട്ട് ഞാൻ വളരെ കാലമായിട്ട് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസോടുകൂടി തന്നെയാണ് പോയത്.
അതെ 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 ട്രെയിനിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറുന്നത് വരെ നമുക്കൊരു ഭയമായിരിക്കും. പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാർ, പലതരത്തിലുള്ള ജീവിതങ്ങൾ, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കാഴ്ചകൾ, ഇങ്ങനെ അതിമനോഹരമായിട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ട്രെയിൻ. അപ്പം ഒത്തിരി ദൂരം ചെന്നപ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള വണ്ടിയുടെ ക്രോസിങ് വരുമ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കി നിൽക്കാറുണ്ട്. കാരണം ഒരു വശത്ത് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം തേടിയുള്ള യാത്രകൾ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരും, തിരിച്ച് നാട്ടിലേക്ക് അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യരും ഒന്നിച്ചു ചേരുന്ന ഒരു അപൂർവ നിമിഷമാണിത്. അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളം വിട്ടു കേട്ടോ. എവിടെ വിട്ടു? കേരളം വിട്ടു. നമ്മുടെ ഡേ 2 രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 10 മണിയായി കാണും. എന്താണത്? പാവ് ഭാജി. ഗോവ എത്തിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ചൂട് പാവ് ഭാജി കിട്ടി. അങ്ങനെ പാവ് ഭാജിയും കഴിച്ച് എന്താ പറയുക, എന്താ സംഭവം, പാലത്തിന് മേലിലൂടെയുള്ള കാഴ്ചകളും കണ്ട്, അടിയിലൂടെ ഒഴുകുന്ന നദിയുടെ കാഴ്ചകളൊക്കെ കണ്ട് അതിമനോഹരമായിട്ട് നമ്മുടെ ഡേ 2 ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇത്? സ്ട്രോബെറി. നമ്മൾ നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടി. അതെ, നമ്മൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൽ പാൻട്രി ഇല്ല, പക്ഷേ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ആകെ ഉള്ളൊരു പ്രശ്നം, നമ്മുടെ ട്രെയിനിൽ പാൻട്രി ഇല്ലെങ്കിലും പുറത്തുനിന്നുള്ള മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ബാർ റെസ്റ്റോറൻറ്റ്, AC ബാർ റെസ്റ്റോറൻറ്റ് റെയിൽവേ സ്റ്റേഷനകത്ത്. നമ്മളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും രസകരമായി തോന്നിയൊരു കാഴ്ചയുണ്ട്. എന്താ സംഭവം? നിറയെ പച്ചപ്പുള്ള, കൂടുതലും കണ്ടലായിരുന്നു. അതെ അതെ, ഇപ്പം കണ്ടത് മുഴുവൻ കണ്ടൽ കാടുകളാണ്. നമ്മൾ ആദ്യം കരുതിയിരുന്നത് കേരളത്തിൽ മാത്രമേ കണ്ടൽ കാടുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ധാരണ മാറി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ സൈഡിൽ കാണുന്നത് മൊത്തം കണ്ടൽ കാടുകളാണ് കേട്ടോ. ഇത്രയും കണ്ടലിനെ പ്രിസർവ് ചെയ്യുന്ന സ്ഥലം ഏതാണ്ട് നമ്മൾ എന്താ പറയുക, മഹാരാഷ്ട്ര ആണെന്ന് തോന്നുന്നു ഈ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിൽ നമ്മളെ വണ്ടി ക്രോസിങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചിടുന്നുണ്ട് കേട്ടോ, അല്ലേ? ക്രോസിങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചിടുന്ന ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ വണ്ടി ക്രോസിങ്ങിന് പിടിച്ചിടുന്നത്. വിലേവാടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇപ്പം നമ്മളെ പിടിച്ചിട്ടത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ടണലിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ കയറാൻ പേടിച്ച ആളോട് എന്താണ് ട്രെയിൻ യാത്രയിൽ ഈ രണ്ടാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ട്രെയിനിൽ രണ്ടാമത്തെ ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പേടിയൊക്കെ മാറിയിരുന്നു. എനിക്ക് ട്രെയിനിൽ വേറെ ബുദ്ധിമുട്ടായിട്ട് വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. ടോയ്ലറ്റ് ഒരു പേടിയുണ്ടായിരുന്നു, വേറെ നല്ല ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് കയറുന്നൊരു പേടിയുണ്ട്. അത് അപ്പോഴും ഇപ്പോഴും പറയണു പേടിയാണ്. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയം. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി എത്ര പ്രാവശ്യം ട്രെയിനിൽ പോകുമ്പോൾ വിളിച്ചാൽ ഞാൻ കൂടെ വരും. അതെ, ട്രെയിനിൽ കയറാൻ പേടിച്ച ആൾ അതാ ട്രെയിനിൽ പോകാൻ ഇനി എവിടെ പോകാൻ വേണമെങ്കിലും റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതാണിപ്പുണ്ട്. അതാണ് ഈ ഒരു ട്രെയിൻ യാത്ര കൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് വന്ന ഒരു ഡിഫറൻസ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ കിടന്നുറങ്ങി ഡേ 3 നമ്മൾ രാജസ്ഥാനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്താണ് രാജസ്ഥാനിൻ്റെ പ്രത്യേകത? രാജസ്ഥാനിൽ എന്താണ് മനോഹരമായിട്ട് നിനക്ക് തോന്നി? കടുക് പാടങ്ങൾ. അതെ, കടുക് പാടങ്ങൾ തന്നെയാണ്. മനോഹരമായിട്ടുള്ള കടുക് പാടങ്ങൾ,
നമ്മുടെ രണ്ട് സൈഡിലും കൃഷിയാണ് കേട്ടോ. രണ്ട് സൈഡിലും പലതരത്തിലുള്ള കൃഷികളുണ്ട്. പക്ഷേ കുറേ ദൂരങ്ങൾ എന്താ പറയുക, കടുക് പാടങ്ങൾ നിറഞ്ഞ. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ മല്ലു സിംഗ് സിനിമ കണ്ടിട്ട് പഞ്ചാബിൽ മാത്രമേ കടുക് പാടുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പ്രതീക്ഷയിലിരുന്നിരുന്നു ഞാൻ, പഞ്ചാബിൽ മാത്രമേ കടുക് പാടുള്ളൂ എന്ന്. എന്നെ ഞെട്ടിച്ച് കളഞ്ഞു രാജസ്ഥാൻ ഞെട്ടിച്ച് ഭയങ്കര പ്രത്യേക ഒരു ഭംഗിയാണ്. എന്താ പറയാ, രണ്ട് സൈഡിൽ ഇങ്ങനെ പൂ വിതറിയിട്ടാണ് പോലെ കടുക് പാടാന്ന് പറഞ്ഞറിയണം. നിറയെ പൂക്കളാണ് അത് കാണുന്നത്. അതെ അതെ, അതിന് മഞ്ഞ പൂക്കളാണ് രണ്ട് സൈഡിലും നിറയെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ, ഒരുപാട് കൃഷികൾ. പണ്ട് ഞാൻ നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് ക്യാബേജിൻ്റെ സമൂസയായിട്ട് കുറേ ആൾക്കാർ കയറുമായിരുന്നു. പക്ഷേ ഞാനത് റിയലി മിസ് ചെയ്യുന്നു. കാരണം ഈ ഒരു ട്രെയിനിൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ചുറ്റിനുമുള്ള കടുക് പാടത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്താൻ വേണ്ടിയിട്ട് ഞാൻ അത് നമ്മുടെ ഡോറിൻ്റെ സൈഡിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ എന്താ പറയുക, എ സിയിലുള്ള ആ ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് അത്രയും ക്ലിയർ അല്ല. കാരണം മഞ്ഞുണ്ട്, മൂടൽ മഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ അത്രയും ക്ലിയർ അല്ല. അതെ, പൊടിയൊക്കെ ആയിട്ട് പുറത്ത്, അതായത് വിൻഡോയുടെ പുറ സൈഡിൽ ഈ കാണുന്ന എല്ലാം കടുക് പാടം. അപ്പൊ നമ്മളുടെ കൂട്ടത്തില് 2 പയ്യന്മാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കടുക് പാടം എന്ന് പറയുമ്പോ അവൻ എന്റെ അടുത്ത് ചോദിക്കണ്ടേ, അതെന്താ ചേച്ചി പാടം എന്ന് പറയണേ. നമ്മള് എന്താ പറയാ, അപ്പോൾ ഞാൻ അവനടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, 3 ദിവസം പറയുമ്പോഴത്തേക്ക് ഒരു കാൽക്കുലേഷൻ പ്രശ്നം ഒരിക്കലും പറയില്ല. മാവും തോപ്പെന്ന് പറയുള്ളൂ. കടുക് പാടം എങ്ങനെയായിരുന്നു? നസൽ ഒരുപാട് എംറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ യാത്ര നമ്മളിങ്ങനെ കടുക് പാടങ്ങളിലൂടെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഏതാണ്ട് 44 മണിക്കൂറാണ് ഈ ഒരു ട്രെയിനിൻ്റെ റണ്ണിങ് ടൈം. ഇങ്ങനെ നമ്മൾ മധുരയിലേക്ക് 2 ദിവസം ഇല്ലായിരുന്നു, 44 മണിക്കൂറാണ് ഈ ഒരു ട്രെയിനിൻ്റെ റണ്ണിങ് ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളിലേക്ക്, അതായത് നമ്മൾ ഇതുവരെ നോർത്ത് ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അപ്പം നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിൽ ബുക്ക് ചെയ്ത് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം കടുക് പാടത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ എത്താറായി. മധുരൈ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുരയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ ബാക്കി നോർത്ത് ഇന്ത്യൻ യാത്രകൾ ആരംഭിക്കാൻ എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. എന്താ പറയാനുള്ളത്? വേറൊന്നും പറയില്ല. ഈ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിൽ വരും. അതെ, അടുത്ത വീഡിയോകളിലെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ മിസ് ചെയ്യാതെ കണ്ടേ പറ്റും. അതെ, ഓരോ സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. കണ്ടതിന് ശേഷം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.